അപ്പോൾ അവൻ കാണുന്ന കാഴ്ച ചാരുവിനോട് ചേർന്ന് നിൽക്കുന്ന തരുൺ സാറിനെയാണ്. അവന്റെ സിരകളിലൂടെ ദേഷ്യത്തിന്റെ കനൽ ഇരച്ചുകയറി. കണ്ണുകൾ ചുവന്നു. തരുണിന്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ ചാരു തിരിഞ്ഞു നിന്നപ്പോഴാണ് എല്ലാവരുടെയും പുറകിൽ എരിയുന്ന മിഴികളോടെ തന്നെ നോക്കി നിൽക്കുന്ന ദേവിനെ അവൾ കാണുന്നത്. അവന്റെ ആ നൃത്തം കണ്ടപ്പോഴേ അവളുടെ പകുതി ശ്വാസം പോയി. നിങ്ങൾ എപ്പോഴാ വന്നത്? അവൾ അവന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് ബാക്കിയുള്ളവരും അവനെ കാണുന്നത്. നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് കാണാനാണോടി വീട്ടിലേക്ക് കൊണ്ടാക്കി തരാനെന്ന് പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വരുന്നത്? ഇന്നത്തോടെ ഞാനിത് നിർത്തി. കാരണം ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അവരുടെ വശീകരണത്തിൽ മങ്ങിക്കിടക്കുന്ന കുറെ ആണുങ്ങളുണ്ട്. അവരാരെങ്കിലും അവളെ വീട്ടിലേക്ക് ആക്കി തത്തോളുമെന്ന്. അവനെന്താണ് പറയുന്നതെന്നോ അതാരെല്ലാം കേൾക്കുന്നുണ്ടെന്നോ അവനപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. അയ്യോ, നിങ്ങളിതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ കൈകൂപ്പി. നിർത്തടി തേവിടിച്ച് നിന്റെ അഭിനയം. അവൻ അവളെ അടിക്കാനായി കൈ ഉയർത്തി. പക്ഷെ അത് അവളുടെ ദേഹത്ത് പതിക്കുന്ന മുന്നേ തന്നെ നന്ദ അവന്റെ കൈകളെ തടഞ്ഞിരുന്നു. തൊട്ടു പോരുത് അവളെ. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അവൾക്ക് നേരെ കൈ ഉയർത്തിയെങ്കിൽ അവൾ ഒറ്റക്കായിരിക്കുമ്പോ നിങ്ങൾ അവളെ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും? ഇതൊക്കെ ചോദിക്കാൻ നീ ആരോടി? ഞാനിവളെ തല്ലും, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും. അവൻ ചാരുവിന്റെ കൈത്താണ്ടയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കഴുത്തിലൊരു താലി കെട്ടിയെന്ന് കരുതി അത് പങ്കാളിയെ എന്തും ചെയ്യുന്നതിനുള്ള ലൈസൻസ് അല്ല. നിങ്ങളെപ്പോലെയുള്ള സൈക്കോ പുരുഷന്മാരുടെ ആ വൃത്തികെട്ട ചിന്തങ്ങ് മാറ്റിവെച്ചേക്ക്. അവൾ അവന് നേരെ കൈ ചൂണ്ടി. എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോ? ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? എന്റെ പവർ എന്താണെന്ന് അറിയോ? അവൻ നന്ദുവിന്റെ കൈവിരൽ പിടിച്ചോടിച്ചു. അവളെ വിട് പ്ലീസ്. ചാരുദേവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചോ? ഏത് കൊമ്പത്തെ ആളായിട്ടെന്താ? കെട്ടിയ പെണ്ണിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാത്തവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അവന്റെ കയ്യിൽ നിന്നും ഒഴിവായ കൈ കുടഞ്ഞുകൊണ്ട് നന്ദു പറഞ്ഞു. ഇവളെ പോലെ വൃത്തികെട്ടൊരുത്തിയെ താലി കെട്ടിയ തന്നെയാ ഞാൻ ചെയ്ത് തെറ്റ്. ഇതുപോലൊരു പെണ്ണിനെ ഭൂമിയിൽ എവിടെ തിരഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ല. അത്രത്തോളം നന്മയുണ്ട് അവളുടെ ഉള്ളിൽ. പണത്തിനു വേണ്ടി സ്വന്തം ശരീരം വെച്ച് ഇവൾ എന്ത് നല്ലതാണെന്നാ നീയൊക്കെ പറയുന്നത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. എല്ലാവരുടെയും മുന്നിൽ കുലസ്ത്രീയെ അഭിനയിച്ചു നിൽക്കാൻ ഇവൾക്ക് നല്ല മിടുക്കുണ്ട്. അതെനിക്ക് മനസ്സിലായി. അവന്റെ ഓരോ വാക്കുകളും ചാരുവിന്റെ ഹൃദയം കീറിമുറിച്ചുകൊണ്ടിരുന്നു. നന്ദുവിനത് കേട്ടപ്പോ ദേഷ്യം ഉച്ചയിലെത്തി. താൻ ആർക്കാടോ പണം കൊടുത്തത്? ചാരു തന്റെ അടുത്തേക്ക് വന്നിരുന്നോ പണം വേണമെന്ന് പറഞ്ഞിട്ട്? അവൾക്കാണോ താൻ ആ പണം കൊടുത്തത്? അറ്റ്ലീസ്റ്റ് താൻ ആ പണം അവളെ ജനിപ്പിച്ചവരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് കൊടുക്കുമ്പോ അവൾ അവിടെ ഉണ്ടായെങ്കിലും ചെയ്തിരുന്നോ? പറയടോ, പറയാൻ. അപ്പോഴാണ് അവൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. ഉത്തരവില്ല അല്ലേ? ഉണ്ടാവില്ല. അവൾ അറിയാതെയാ ആ നാറികൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ലാതെ ആത്മാഭിമാനമുള്ള ഏത് പെണ്ണാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുക? കോടികൾ വാഗ്ദാനം ചെയ്താലും സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ഏത് പെണ്ണാ തയ്യാറാവുക? നന്ദു പറയുന്നത് കേട്ട് ദേവിന്റെ ഹൃദയം നടുങ്ങി. അവളൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ? സത്യമാണോ ഇവളീ പറയുന്നത്? ദേവ് ചാരുവിന് നേരെ തിരിഞ്ഞു. സത്യമാണെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കോ? സന്തോഷവും പ്രണയവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പക്ഷേ വിവാഹശേഷമുള്ള നിങ്ങളുടെ പെരുമാറ്റം എന്നെ അമ്പരപ്പിച്ചു. പിന്നെ പണവും പത്രാസും ഒരുപാടുള്ളവരല്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് കരുതി ആദ്യമൊക്കെ. പതിയെ പതിയെ എല്ലാം ശരിയായിക്കോളുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും ശരിയായില്ല. നിങ്ങളുടെ ഉപദ്രവവും അർത്ഥം വെച്ചുള്ള സംസാരവും സഹിക്കാൻ കഴിയാതായപ്പോ അന്നൊരിക്കൽ അച്ഛനോട് ഞാൻ ചോദിച്ചു. അന്നാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന്റെ യഥാർത്ഥ കഥ ഞാൻ അറിയുന്നത്. ആ സമയം മരിക്കാൻ വരെ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. ചാരു ഇതെല്ലാം പറയുമ്പോഴും അവളുടെ ഹൃദയം ശൂന്യമായിരുന്നു. ചില വാക്കുകൾ അവളുടെ തൊണ്ടക്കുഴിയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. പക്ഷെ നിന്റെ അച്ഛനോട് നിന്റെ സമ്മതം വാങ്ങാൻ ഞാൻ പറഞ്ഞതാണല്ലോ. വിവാഹത്തിന് തലേ ദിവസം വരെ അയാളോട് ഞാൻ ചോദിച്ചതാ. അപ്പോ നിനക്ക് പൂർണ്ണ സമ്മതമാണെന്നാ അയാൾ എന്നെ അറിയിച്ചത്. ചോദിച്ചാ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊരു സൂചന പോലും അവരാരും തന്നിട്ടില്ല. ദേവിന്റെ ഹൃദയം കുറ്റബോധം കാരണം വെന്തുനീറി. ഇത്രയും ദിവസം അവളോട് ചെയ്ത ക്രൂരതകളെല്ലാം അവന്റെ ഉള്ളിലേക്ക് കടന്നുവന്നു. ഒന്നും സംസാരിക്കാൻ കഴിയാതെ അവൻ നിശബ്ദനായി. അവിടെയുള്ള എല്ലാവരും ഇതെല്ലാം കേട്ട അമ്പരപ്പിലായിരുന്നു. ദേവൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അവന്റെ കണ്ണുകളിൽ ഇരുട്ടി കയറി തുടങ്ങിയിരുന്നു. ചാരുവും ഒന്നും മിണ്ടാതെ അവന്റെ പിറകെ പോയി. ദേവ് നേരെ കാറിൽ കയറി കാർ സ്റ്റാർട്ടാക്കി. ചാരുവും അതിൽ കയറി. യാത്രയിലുടനീളം അവൻ അവളോട് ഒന്നും മിണ്ടിയില്ല.
നേരെ മുന്നിലേക്ക് മാത്രം നോക്കുന്ന അവന്റെ കണ്ണുകൾ നിറയുന്നത് ചാരു കണ്ടു. പക്ഷേ എന്താണ് അവന്റെ ഉള്ളിലെന്ന് മനസ്സിലാക്കാൻ അവൾക്കും സാധിച്ചില്ല. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അവർ വീട്ടിലെത്തി. ചാരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവനൊന്നും പറയാതെ കാർ എടുത്തു പോയി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് അവളുടെ ഹൃദയം പിടഞ്ഞു. എന്താ മോളെ മുറ്റത്ത് നിൽക്കുന്നേ? ദേവെവിടെ? ദേവേട്ടൻ എന്നെ ആക്കി തന്നെ ഇപ്പൊ അങ്ങോട്ട് പോയതാണ് അച്ഛാ. എവിടേക്കാ പോയത്? ഓഫീസിലേക്കാണോ? അറിയില്ല. അവന്റെ ഫോൺ അവന്റെ കയ്യിലില്ലേ? ഓഫീസിൽ നിന്ന് എന്തോ ആവശ്യത്തിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിരുന്നു. ആണോ? ഫോൺ കയ്യിലുണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് കയറ്. പ്രഭാകരൻ അവളുടെ കൈ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അന്നേറെ വൈകിയിട്ടും ദേവ് വീട്ടിലേക്ക് വന്നില്ല. സമയം രാത്രി 12 മണിയായിട്ടും അവനെ കാണാതിരുന്നപ്പോ അവൾ അവന്റെ ഫോണിലേക്ക് അടിച്ചു നോക്കി. പക്ഷേ കോൾ എടുക്കുന്നില്ല. ഈശ്വരാ, ഇയാളത് എവിടെ പോയി? ഇനി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? വേറെ ആരെയൊന്നും വിളിച്ചു നോക്കുക. ചാരു റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദേവിന്റെ ഫോണിലേക്ക് ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒരു മറുപടിയില്ല. ആരതി ചേച്ചിയുടെ അടുത്ത് നരേട്ടന്റെ നമ്പർ ഉണ്ടാവുമല്ലോ, അതൊന്ന് പോയി ചോദിച്ചാലോ? അവൾ ചിന്തിച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ആരതിയുടെ മുറിയുടെ വാതിൽ തട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് പുറത്തുനിന്നും വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കുന്നത്. അവൾ വേഗം പോയി പ്രധാന വാതിൽ തുറന്നു. മദ്യപിച്ച ബോധമില്ലാതെ നരന്റെ തോളിൽ കിടക്കുന്ന ദേവിനെയാണ് അപ്പോൾ അവൾ കണ്ടത്. ഇത്ര പെട്ടെന്ന് വാതിൽ തുറന്നോ? അപ്പോ നീ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ഇല്ല, ദേവേട്ടൻ വരാത്തതുകൊണ്ട് ഉറങ്ങിയില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം എന്നെയും പ്രതിവിനെയും കൂട്ടി ബാറിൽ പോയതാ. കുറെ മദ്യപിച്ചു. കുറെ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയതിന് അത് നല്ല കുറ്റബോധമുണ്ട്. ഇനിയിപ്പോ കുറ്റബോധമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ ജീവിതം നശിച്ചു. എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഞാൻ മണ്ണിട്ട് കുഴിച്ച് മൂടിക്കഴിഞ്ഞു. ഇനിയിപ്പോ അവരുടെ ആവശ്യങ്ങൾ നടക്കട്ടെ. ഞാൻ അന്ന് മുതൽ ഇവനോട് പറയുന്നതാ, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു പെണ്ണല്ല അവളെന്ന്. പക്ഷേ അവന്റെ മനസ്സിൽ നീ പണം വാങ്ങിയെന്നായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അന്ന് അവൻ എന്നെ എതിർത്തു. ചാരു നിറഞ്ഞ വേദനയോടെ പുഞ്ചിരിച്ചു. ഇവനെവിടെ കിടത്തണ്ടേ? നരൻ അവനെയും കൊണ്ട് അകത്തേക്ക് കയറി. വിടടാ എന്നെ നീ എവിടെയും കിടത്തണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. കുഴഞ്ഞ നാവുകളോടെ ദേവ് പറഞ്ഞുകൊണ്ട് അവന്റെ കൈകളിൽ നിന്നും കുതറിമാറി. നരൻ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ആ, ആരതിയില്ലേ ഇവിടെ? ഉണ്ട്, മുറിയിലാണ്, ഉറങ്ങിയിട്ടുണ്ടാവും. വിളിക്കണോ? ഏയ് വേണ്ട. നാളെയോ മറ്റന്നാളോ വീട്ടുകാരെ കൂട്ടി പെണ്ണ് ചോദിക്കാൻ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നന്നായി. എന്തിനാ ഇനി വെറുതെ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നേ? എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുന്നത് തന്നെയാ നല്ലത്. ആ, ഞാൻ ഇറങ്ങിട്ടെ എന്നാല്. ശരി. നരഞ്ഞിറങ്ങിയ ശേഷം ചാരു വാതിലടച്ച് ലോക്കാക്കി ദേവ് സ്റ്റെപ്പുകൾ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാണുന്നതെല്ലാം ഇരട്ടിയായി തോന്നുന്ന അവന് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തായി കാണിക്കുന്നേ? വാ, ലിഫ്റ്റ് വഴി കയറാം. ആ, ലിഫ്റ്റ്, അതാ നല്ലത്. അവൻ ആടിയാടി ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് കാല് തന്നെ അവൻ വീഴാൻ പോയതും ചാരു ഓടിപ്പോയി അവനെ പിടിച്ചു. അവന്റെ കൈയെടുത്ത് അവളുടെ തോളിലൂടെ ഇട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. ദേവാ സമയം അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് അകലത്തിൽ നിന്നിരുന്ന അവളെ അവൻ അവനിലേക്ക് ചേർത്ത് നിർത്തി. ചാരു വീണ്ടും അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചെങ്കിലും അവന്റെ പിടുത്തം ശക്തമായിരുന്നു. അതുകൊണ്ട് അവൾക്കതിന് കഴിഞ്ഞില്ല. അങ്ങനെ ലിഫ്റ്റ് എല്ലാം കയറി അവർ റൂമിലെത്തി. ചാരുദേവിനെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അവന്റെ കാലിൽ നിന്നും ഷൂവും ഷോക്സും അഴിച്ചു മാറ്റി. അവിടെയുണ്ടായിരുന്ന പുതപ്പെടുത്ത് അവന്റെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു. പെട്ടെന്നാണ് ദേവ അവളുടെ കൈ പിടിച്ച് അവന്റെ ദേഹത്തേക്ക് അവളെ വലിച്ചിട്ടത്. തുടരും.